മലയാളം ഷോർട്ട് സ്റ്റോറി മഷി തീർന്ന പേന. മിഥുനമാസത്തിലെ ചെറുകുളിരുള്ള ഒരു പ്രഭാതത്തിൽ മുന്നിലെ വെളുത്ത കടലാസിലേക്കും നോക്കിയിരിക്കവേ എഴുതാൻ കയ്യിലെടുത്ത ഒരു പേന എന്നെ ഓർമ്മകളുടെ മാസ്മരിക ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ പേന എങ്ങനെ കിട്ടിയെന്നെനിക്ക് ഓർമ്മയില്ല. തീരെ ചെറിയ പ്രായത്തിൽ ആരോ സമ്മാനിച്ചതാണത്. അതിൻ്റെ ബഹുവർണ്ണങ്ങളുള്ള അടപ്പായിരുന്നു കൂടുതൽ ആകർഷണീയമായിരുന്നത്. കറുത്ത നിറത്തിൽ നിറയെ പുള്ളിയും കുത്തുകളും ഉണ്ടായിരുന്ന ആ അടപ്പ് എന്നെ മാത്രമല്ല, ബാല്യം വിട്ടുമാറാത്ത എൻ്റെ സകല കൂട്ടുകാർക്കും കൗതുകമായിരുന്നു. ചെറിയ ക്ലാസ്സുകളിൽ പേന അനുവദീയമല്ലാത്തതുകൊണ്ട് 4ാം ക്ലാസ്സിലെ രുക്മിണി ടീച്ചർ ഇടയ്ക്കിടെ എന്നോട് പറയും, നിൻ്റെ പേന കൊണ്ട് കുട്ടികളുടെ പുസ്തകം വൃത്തികേടാക്കിയാൽ നിനക്ക് നല്ല അടി കിട്ടും. പറയുമെന്നല്ലാതെ ഒരിക്കൽ പോലും ടീച്ചർ എന്നെ അടിച്ചിട്ടില്ല. ഒരിക്കൽ വളരെ വാത്സല്യത്തോടു കൂടി എന്നോട് പറഞ്ഞു, പേന കൊണ്ട് എഴുതുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. പെൻസിൽ പോലെയല്ലാതെ ഒരിക്കൽ എഴുതിക്കഴിഞ്ഞാൽ പിന്നെ മായ്ക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും പെൻസിലിനേക്കാൾ കൂടുതൽ ഞാൻ പേന കൊണ്ട് എഴുതാൻ ഇഷ്ടപ്പെട്ടു. വാർദ്ധക്യത്തിൻ്റെ വരമ്പത്തേക്ക് കയറുന്നതിനിടയിൽ ആ വർണ്ണ പേന കൊണ്ട് എഴുതിയ ചില രചനകൾ മനസ്സിൽ വീണ്ടും വീണ്ടും തികട്ടി വരുന്നു. അന്നൊരു ഒഴിവു ദിവസമായിരുന്നു. ഓരോ ദിവസത്തിനും ഒരുപാട് നീളക്കൂടുതലുണ്ടായിരുന്ന കാലം. കൗമാരത്തിൻ്റെ നിഷ്കളങ്കതയിൽ കുറിച്ചതായിരുന്നു എൻ്റെ ആദ്യ കവിത. അത് പകുതിയിൽ തന്നെ അയലത്തെ വീട്ടിലെ പൂമുഖത്തെങ്ങോ കളവുപോയി. അത്രമേൽ മനോഹരമായിരുന്ന ആ കവിത ആര് കട്ടെടുത്തുവെന്ന് ഇന്നും എനിക്കറിയില്ല. സ്കൂളിലെ ചെമ്പകമരച്ചൂട്ടിൽ വെച്ചെഴുതിയ മറ്റൊരു ഓർമ്മയാണ് എൻ്റെ വർണ്ണപേനകൾ കൊണ്ടെഴുതിയ രചനകളിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊന്ന്. എൻ്റെ വിദ്യാലയമുറ്റത്തെ ചെമ്പകമരത്തിൽ വിടർന്ന പുഷ്പങ്ങൾ വിദ്യാലയ ജീവിതത്തിൻ്റെ സുഗന്ധം എന്നിലേക്ക് പടർത്തിക്കൊണ്ട് മനസ്സ് നിറയ്ക്കുകയായിരുന്നു. ആ ചെമ്പകവേരുകൾ എൻ്റെ ഭാവി ജീവിതത്തിൻ്റെ സങ്കല്പലോകത്തിൻ്റെ ശാഖകളായി തീരുമെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. അതിൽ നിന്നും താഴെ വീണ ഒരു പുഷ്പം ഇന്നും മനസ്സിൽ വിരിഞ്ഞു നിൽക്കുന്നു. ഞാൻ ഓർമ്മകളിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കവേ വീട്ടിലെ TV നിന്നും കേട്ട സിനിമാ പാട്ട് എന്നെ ഭൂതകാല സ്വപ്നത്തിൽ നിന്നും തട്ടിയുണർത്തുന്നു. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം ഗാനത്തിൻ്റെ ഈണത്തിനും രാഗത്തിനും ഒട്ടും അനുയോജ്യമായിരുന്നില്ല. എങ്കിലും ആ അന്തരീക്ഷം എന്നിൽ അടുക്കും ചിട്ടയുമില്ലാത്ത കുറേ വരികളുടെ തിരകളുണർത്തി. വീണ്ടും എഴുതാൻ തുടങ്ങവേ വേദനയോടെ ഞാൻ മനസ്സിലാക്കി, പേനയിൽ
മഷി തീരാറായിരിക്കുന്നു. എഴുതാൻ മറന്നുപോയ മനസ്സിലെ കവിതകളുടെ വിത്തുകൾ ഇനി എങ്ങനെ പകർത്തി എഴുതും എന്ന് ചിന്തിച്ചുകൊണ്ട് വെറുതെ മുറ്റത്തേക്കിറങ്ങിയ എൻ്റെ കണ്ണിൽ ആദ്യം പെട്ടത് അടുത്ത വീട്ടിൽ നിറയെ പൂത്തു നിന്നിരുന്ന ഒരു ചെമ്പകമരമായിരുന്നു. പ്രഭാതത്തിൻ്റെ ഇളങ്കാറ്റ് കൊണ്ടുവന്ന ചെമ്പകപ്പൂക്കളുടെ മാസ്മരഗന്ധം ആസ്വദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തെക്കേപ്പറമ്പിലെ മാവിൻ തൈയിലേക്ക് നോക്കിയപ്പോൾ അതിന്മേലിരുന്നിരുന്ന ഒരു കുയിൽ നീളത്തിൽ കൂവാൻ തുടങ്ങി. അതിന് മറുപടി എന്നോണം കുറേ ദൂരെ നിന്ന് മറ്റൊരു കുയിലിൻ്റെ കൂകലും കേട്ടുകൊണ്ട് ഞാൻ വീണ്ടും പൂമുഖത്തേക്ക് കയറവേ അകത്തെ ടി വിയിൽ നിന്നും ഒരു കവിതയുടെ ശബ്ദം. കേട്ടു ഞാൻ മുട്ടി വിളിക്കുന്നു മരിച്ചവർ, ഒരു സർപ്പമെൻ്റെ കഴുത്തിനു ചുറ്റും പുളയുന്നു പാർവതി ധമനികൾ തോറും. കേട്ടു ഞാൻ മുട്ടി വിളിക്കുന്നു മരിച്ചവർ, ഒരു സർപ്പമെൻ്റെ കഴുത്തിനു ചുറ്റും പുളയുന്നു പാർവതി ധമനികൾ തോറും. ഒരു തുറുകണ്ണും ഒരൊറ്റുകാരനും മിഴിയില്ലാ ദൈവവും കതകു തുറക്കുന്നു. ഒരു തുറുകണ്ണും ഒരൊറ്റുകാരനും മിഴിയില്ലാ ദൈവവും കതകു തുറക്കുന്നു.